ആദ്യമായി നോറ ജാസ്മിൻ്റെ അടുത്ത് പോയി മാപ്പ് പറഞ്ഞു, ചെയ്തത് തെറ്റാണ്, നീ മനസ്സിലാക്കണം, മാപ്പ് എന്ന് പറഞ്ഞു, സോറി പറഞ്ഞു. പക്ഷേ ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള അഹങ്കാരം കാണിച്ചു. എന്തിനാണ് അങ്ങനെ കാണിച്ചത്? ഒരാൾ സോറി പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കാം. എന്തോന്ന് ഭൂലോക വലിയ തെറ്റോ ജാസ്മിൻ അടുത്ത് ചെയ്തത്? അത് ബിഗ് ബോസ് വീടാണ്. അതിനകത്ത് ഒരാളെ ഡയറക്റ്റായിട്ട് നമുക്ക് നോമിനേറ്റ് ചെയ്യാം. ഒരാൾ നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടല്ലേ ഋഷി ഫസ്റ്റ് വീക്ക് പൊട്ടിത്തെറിച്ചത്? ഫസ്റ്റ് പൊട്ടിത്തെറിക്കാൻ നിന്നത് ഗബ്രിയിലും ജാസ്മിൻ്റെ അടുത്തും എന്ത് കാരണത്താലാണോ ഋഷി പൊട്ടിത്തെറിക്കാൻ നിന്നത്? അതേ കാരണം കൊണ്ടല്ലേ ഇപ്പൊ ജാസ്മിനും ഇല്ല എനിക്ക് നീ ഒന്നും കേൾക്കണ്ട പറയണ്ട. അത് എന്ത് ഓവർ ഷോ ആണ് കാണിക്കുന്നത്? ഞാൻ ജാസ്മിൻ്റെ PR ആണെന്ന് പറയുന്നവർ എസ്പെഷ്യലി ഈ വീഡിയോ കാണണം. അപ്പം നിങ്ങളുടെ വിചാരം അങ്ങ് മാറും. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഡയമണ്ടിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ആയിരുന്നു. ശ്രീരേഖ നാളെ സേവ് ആവുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ശ്രീരേഖ വീണ്ടും സേവ് ആണ്. കാരണം ഈ പറയുന്ന ഡയമണ്ട് സായി ഇവർക്ക് കൊടുക്കും. പിന്നെ ഈ പറയുന്ന പോലെ പവർ റൂം പൊട്ടി തകർന്ന് തുടങ്ങിയിരിക്കുകയാണ്. നോറ കാണിച്ചത് ശരിയാണോ തെറ്റാണോ? ഈ പറയുന്ന ജയിൽ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് ശരിയാണോ? സംസാരിക്കാം. ഇന്നത്തെ മെയ് 10-ാം തീയതിയിലെ ഡേ 61 ബിഗ് ബോസ് സീസൺ 6-ന്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ജയിൽ നോമിനേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഓരോ ടീമുകളും എടുക്കുവാണ്. ഡെന്ന് ടീമിൽ ജിൻഡോ, ശ്രീതു, അർജുൻ ഇവരെ 3 പേരെയും നോമിനേറ്റ് ചെയ്യേണ്ട. നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു 3 പേരും. നെക്സ്റ്റിൽ സിജോ, ശ്രീരേഖ, ജാസ്മിൻ ഇവർ 3 പേരുടെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം, അവിടെ ഇരുന്നോട്ടെ. ടണലില് സായി, ശരണ്യ, നന്ദന, അപ്സര ഇവർ 4 പേരുമായിരുന്നു. പിന്നെ ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. അപ്പം ക്യാപ്റ്റൻ പണ്ടേ പവർ റൂമിൻ്റെ ആളാണല്ലോ. അപ്പോൾ ക്യാപ്റ്റൻ അവരെന്തായാലും നോമിനേറ്റ് ചെയ്യത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ ടണലിലുള്ള എല്ലാവരും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു, ഭയങ്കര പൊട്ടൻഷ്യൽ ആയിരുന്നു എന്ന് അവർ പറഞ്ഞു. അതുപോലെ ഡെന്നിലുള്ളവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഉള്ളത് നെസ്റ്റിന്നാണ്. നെസ്റ്റിലെ 2 ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയും ജാസ്മിനുമാണ്. ശ്രീരേഖ സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. സിജോ എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ടായിരുന്നു, ജാസ്മിൻ എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ടായിരുന്നു. പക്ഷേ സിജോ ഇന്നലെ പോയി ആരോഗ്യാവസ്ഥയൊക്കെ മോശമായ ട്രിപ്പൊക്കെ ഇട്ട് വന്നതുകൊണ്ട് സിജോയുടെ പേര് പറയണ്ട, ജാസ്മിൻ്റെ പേര് പറയാമെന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തു. അപ്പോൾ ആ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് നിവർത്തിയില്ലാതെ അവർ എടുത്തതാണ്. ജാസ്മിൻ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ വീക്കിൽ എല്ലാവരും ഈ പറയുന്ന പവർ റൂം ഉൾപ്പെടെ, ഞാൻ ബുള്ളിയാന്ന് ഞാൻ പറയുമെങ്കിലും അവരുൾപ്പെടെ എല്ലാവരും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അവർക്ക് ഡെന്നിനെ പറയാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും ഡെന്നിനെയോ ടണലിനെയോ പറയാൻ പറ്റില്ല. അവർ ഫുൾ ആക്റ്റീവാണ്. ശ്രീരേഖയെ പറയാൻ പറ്റത്തില്ല. പിന്നെ അവിടെയുള്ള 2 ഓപ്ഷൻ സിജോയും ജാസ്മിനുമാണ്. സിജോയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് സിജോയുടെ പേര് അവർ പറയാത്തത്. അതുകൊണ്ടാണ് ജാസ്മിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത്. ഈ സംഭവം നേരിട്ട് പോയി പറയുന്നുണ്ട്. എവിടെ ഡയറക്റ്റ് നോമിനേഷൻ ജാസ്മിൻ ചെയ്യുന്നു. അതിൻ്റെ കാരണങ്ങൾ പറയുമ്പോഴാണ് ഇവർ സത്യം പറഞ്ഞാൽ അഭിഷേകാണ് ഇതിൻ്റെ കാര്യം പറയുന്നത്. ഒന്നാമത്തത് ഊളകൾ എന്ന് പറഞ്ഞ് വിളിച്ചു എന്ന് പറയുന്നത്. അപ്പം തന്നെ ഈ കാര്യം പവർ റൂമിൽ നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നോറ പറയുന്നുണ്ട്, പാടില്ല, ഊള എന്ന് വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് ശിക്ഷ കൊടുത്തു, അങ്ങനെയാണ് അവളെ ജോലി നമ്മൾ പിരിച്ചുവിടുന്നത്. അപ്പോൾ ആ കാര്യം പറഞ്ഞ് പിന്നെ എന്തിനാണ് നോമിനേറ്റ് ചെയ്യുന്നത്? പിന്നെ അടുക്കളയിലെ ഇഷ്യൂവിൽ പ്രധാനമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയത് റസ്മിനാണ്. അവളല്ല ഇഷ്യൂ ഉണ്ടാക്കിയത്, റസ്മിനാണ് അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയത് എന്ന് നോറ പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ജാസ്മിൻ്റെ പേരിൽ ആരോപിക്കുന്ന കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഊളകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. പിന്നെ ഗ്യാസ് സ്റ്റൗ ഇഷ്യൂ, ഇത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ്റെ ഡയറക്റ്റ് നോമിനേറ്റ്. അപ്പം ജാസ്മിന് സ്വാഭാവികമായിട്ടും പൊള്ളും. ഞാൻ ഊളകളെന്ന് വിളിച്ചതിന് എനിക്ക് ശിക്ഷയും തന്നു, ഗ്യാസ് സ്റ്റൗവിൻ്റെ കേസിൽ ഞാനല്ല കേസ് ഇളക്കി വിട്ടത്, റസ്മിനാണ്, എന്നിട്ട് അതും എൻ്റെ തലയിൽ വീണു എന്നുള്ള ഒരിത്. പക്ഷേ നോറ ഈ സമയം ഇല്ലാതെ എതിർക്കുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാതെയാണ് അവർ ജാസ്മിൻ്റെ പേര് പറയുന്നു. ഓക്കെ, അത് കഴിയുന്നു, ജാസ്മിന് ഭയങ്കര ഹർട്ടാവുന്നു, എല്ലായിടത്തും സംസാരിക്കുന്നുണ്ട്. നോറ ഈ സംഭവം പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ജാസ്മിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് നിനക്ക് പറയാൻ അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും തരംതാന്ന്, എത്ര തരംതാന്നാണ് അത്. ഇന്നലെ വരെ ബുള്ളി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ പറഞ്ഞു ശരി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശരിയെന്ന് തന്നെ പറയും, തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും. എത്ര നോറയുടെ നമുക്കറിയാമല്ലോ, ഗ്രഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ഗ്രഡ്ജാണ് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷേ അതെല്ലാം മാറ്റി വെച്ച് നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു, തെറ്റായിരുന്നു എന്ന് തോന്നിക്കൊണ്ട് അത് വന്ന് പറയാനായിട്ട് എനിക്ക് ജാസ്മിൻ നിൻ്റെ അടുത്ത് പറയാൻ അർഹത ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇത്ര തരംതാന്ന് പറയുന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവിടെ നിന്ന് പോയ ജാസ്മിൻ ആ കാണിച്ച തെറ്റാണ്. അത് ഓവർ ഷോയാണ്. കാരണം നോറ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേനെ ഇങ്ങനെയാണ് സംഭവം.
നമുക്ക് ഇന്ന അവരുടെ പേരുകൾ പറയാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള 2 ഓപ്ഷൻ നിങ്ങളാണ്, നീ ഒന്ന് മനസ്സിലാക്ക്. അല്ലാതെ നിനക്ക് പനിയാണെന്ന് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ അല്ല എന്നുള്ള കാര്യം നോറ വ്യക്തമായിട്ട് പിന്നീട് റസ്മിൻ്റെ അടുത്ത് ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് തെറ്റ് ആരുടെ ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകിൻ്റെ ഭാഗത്താണ് തെറ്റ്. കാരണം അഭിഷേക് ഓൾറെഡി പവർ റൂമിൽ ഇരുന്നുകൊണ്ട് അവൾ വളരെ വൃത്തികെട്ട രീതിയിലൊരു സംസാരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇതേ അഭിഷേക് ബിഗ് ബോസ് വീട്ടിൽ വന്ന് കയറിയ ഡേ അഭിഷേക് ജയദീപിനെ കെ എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് കുട്ടാൻ എന്ന് വിളിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അവിടെ അഭിഷേകിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു വന്നതല്ല, അഭിഷേക് ജയിൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അഭിഷേകിന് പറയാമായിരുന്നു. ഇങ്ങനെ ഈ 2 കാരണം മാത്രമല്ല, ഓരോ ടീമിൽ നിന്നും എടുത്തു നോക്കുമ്പോൾ നമുക്ക് പിന്നെ പറയാൻ ഈ 2 പേരേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്ത പേര് ജാസ്മിൻ്റെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേരിലൊരു ഡിസ്കസിങ് അവിടെ വരത്തില്ലായിരുന്നു. ഈ പേരും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ നോറയെ പിണക്കി വിട്ടത് അത് ഒട്ടും ശരിയല്ല. കാരണം ഒന്നാമതേ നോറയ്ക്ക് പേഴ്സണൽ ഗഡ്ജാണ്. ജാസ്മിനെ ഇളക്കി വിട്ട് ഇനി ജാസ്മിന് തലയിൽ കയറിയിരുന്ന് പേനിരിക്കും. ജാസ്മിന് നല്ലപോലെ നോറയുടെ കയ്യിൽ നിന്ന് കിട്ടും. ഇവിടെ ജാസ്മിൻ കാണിച്ച തെറ്റാണ്, അഹങ്കാരമാണ്. എന്ത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണോ ഈ പറയുന്ന പവർ റൂം ചെയ്തത്? അവർക്കൊരാളെ നോമിനേറ്റ് ചെയ്യണ്ടേ? ഞാൻ ചോദിക്കട്ടെ, നോറയുടെ സ്ഥാനത്ത് ജാസ്മിൻ ആയിരുന്നെങ്കിലും ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. നോറയുടെ ഭാഗത്താണ് അവിടെ ശരി. ജാസ്മിൻ്റെ ഭാഗത്ത് എനിക്ക് വയ്യ, എന്നെ നോമിനേറ്റ് ചെയ്തു, ഞാൻ ഇത്രയും പെർഫോമൻസ് ചെയ്തിട്ട് അങ്ങനെ അവിടെയുള്ള എല്ലാവരും പെർഫോമൻസ് ചെയ്തതാണ്. ഇപ്പം ഞാൻ പറയുന്നില്ല, അവിടെ ഉള്ള എല്ലാവരും, ഞാൻ ഈ ബുള്ളി ഗ്യാങ് അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ പറയുമെങ്കിലും എല്ലാവരും സ്ട്രോങ് പ്ലെയേഴ്സാണ്. അവിടെ നിന്നും ഇനി നാളെയൊക്കെ ആരെങ്കിലും ഒരാൾ ഔട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല ഈ ഒരാളില്ലാതെ ഇനി എങ്ങനെ കണ്ടന്റ് പോകുമെന്ന്. ഇനിയുള്ള ഓരോ വീക്കും അങ്ങനെയാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു സംഭവത്തിൽ ജാസ്മിൻ ആ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ജാസ്മിനും അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവരുടെ അവസ്ഥ മനസ്സിലാക്കണം. അത് അവസ്ഥ മനസ്സിലാക്കാതെ ഈ പറഞ്ഞ അവർ ബുള്ളിയും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും അവരുടെ മണ്ടയിലോട്ട് കയറി ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊട്ടും ശരിയായ ഏർപ്പാടായിട്ട് എനിക്ക് തോന്നില്ല. നേരെ കുണ്ടക്കറവും കാണിച്ച് പോയി കിടന്ന് ഉറങ്ങുകയാണ് ജാസ്മിൻ. അപ്പോൾ അതെനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ നോറ ഇത് റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് എതിർക്കാമായിരുന്നു. ആര് ജാസ്മിൻ്റെ പേര് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്താലും നീ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. കാരണം കിച്ചണിൽ നടന്ന ഇൻസിഡൻറ്റും കൂടെ ചേർത്തിട്ടാണ് അവളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത്. അപ്പം നീ നമ്മുടെ പവർ റൂമിൽ 4 പേരുണ്ട്, നമ്മൾ 3 പേര് പറഞ്ഞാൽ പോലും നിനക്കതിനെ മാക്സിമം ഡിഫെൻഡ് ചെയ്യായിരുന്നു. നീ ഡിഫെൻഡ് ചെയ്തില്ല. ശരിയാണ് നോറ പറഞ്ഞത്, റസ്മിനെ ഡിഫെൻഡ് ചെയ്യായിരുന്നു. പക്ഷെ ആ റസ്മിൻ അന്നേരം പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. റസ്മിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, അഭിഷേക് സിംഗിന്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഇവിടെ തെറ്റില്ലാത്തത് അൻസിബയുടെയും ഭാഗത്ത് തെറ്റില്ല. അൻസിബ ഈ പറഞ്ഞ ആൾക്ക് ഋഷിയെ ഇളക്കി വിടുന്നതും ബുള്ളി ചെയ്യുന്നതും ഒക്കെ ഓക്കെ. പക്ഷേ അൻസിബയുടെ ഭാഗത്ത് ഇന്ന് പറഞ്ഞ ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്ത് അൻസിബയുടെ ഭാഗത്തും നോറയുടെ ഭാഗത്തും യാതൊരു വിധ തെറ്റും പറയാൻ പറ്റത്തില്ല. കാരണം അവർ കറക്റ്റ് ഡിസിഷനാണ് എടുത്തത്. അവർക്ക് ഒന്നുകിൽ അവരുടെ മുന്നിൽ സിജോ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇല്ലെങ്കിൽ അവരുടെ മുന്നിൽ ജാസ്മിൻ. ഇന്നലെ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പായിട്ട് വന്ന് നടക്കുന്ന സിജോയുടെ കാര്യം അവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ജാസ്മിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് അവരുടെ ഭാഗത്താണ് ശരി, ഈ പറയുന്നത് ജാസ്മിൻ്റെ ഭാഗത്തല്ല. ഞാൻ ജാസ്മിൻ്റെ PR ആണെന്ന് പറയുന്നവർ കേൾക്കണം. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെയും അത് പറയും. ഞാൻ ആരുടെയും PR അല്ല, ഒരുത്തന്മാരുടെയും PR അല്ല, ഒരുത്തികളുടെയും PR അല്ല. ഇനിയിപ്പോൾ ചാടി വരും, നോറയുടെ PR ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇതാണ് ഇന്ന് നടന്നിട്ടുള്ള പ്രധാന ഇൻസിഡൻറ്റ്. ഇതിൻ്റെ പേരിലാണ് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം രാവിലെ മുതൽ രാത്രി വരെ നടന്നത് A to Z എല്ലാം ഞാനെൻ്റെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി വരെ ലൈവും റിവ്യൂവും കൂടെ ഒത്താണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് സാധനം മാത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ നാളെ ഇനി ആര് ഔട്ടാവും എന്നുള്ളത് ഭയങ്കര പ്രവചനാതീതമാണ്. നമുക്ക് നോക്കാം. എല്ലാവരും സ്ട്രോങ് പ്ലെയേഴ്സാണ്. ആര് ഔട്ടാവും എന്നുള്ള കാര്യങ്ങൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ ഞാൻ വരാം. അല്ലെങ്കിൽ പ്രൊമോ വരട്ടെ, പ്രൊമോയുടെ വിശേഷങ്ങളായിട്ട് വരാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.